മമ്മൂട്ടി നായകനായി 2021 പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ സിനിമയാണ് വൺ. ഈ സിനിമയിൽ മാത്യു തോമസിന്റെ കഥാപാത്രത്തെ ഒരു പോലീസുകാരൻ ഹോസ്പിറ്റലിൽ വെച്ച് തല്ലുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെന്നും പറഞ്ഞ് ഉപദേശിക്കുകയാണ് സുഹൃത്തായ ഇഷാനി കൃഷ്ണയുടെ കഥാപാത്രം. ഇതിനായി അവർ ഒരു ഫേക്ക് അക്കൗണ്ട് കഫേയിൽ പോയി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫേക്ക് ഐഡി ഉണ്ടാക്കാം, ആരും ഒരിക്കലും കണ്ടുപിടിക്കാത്തൊരു പാസ്വേഡും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആ അക്കൗണ്ട് തന്റെ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്ത് ഫ്രണ്ട് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ബുദ്ധിരാക്ഷസി. ഇത്രയും ബുദ്ധിയുള്ള ഒരു കഥാപാത്രത്തെ മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. 1997 പുറത്തിറങ്ങിയ ലോഹ എന്ന ഹിന്ദി സിനിമയിൽ നായകനായി അഭിനയിക്കുന്ന ധർമ്മേന്ദ്രയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ധർമ്മേന്ദ്രയുടെ കഥാപാത്രത്തെ വകവരുത്താൻ തോക്കുമായി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് വില്ലൻ. തുടർന്ന് ആത്മവിശ്വാസത്തോടെ വില്ലൻ ധർമ്മേന്ദ്രയുടെ നേരെ വെടിവെക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ധർമ്മേന്ദ്ര ആ ബുള്ളറ്റ് കൈകൊണ്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ഇനിയും തോക്കിനെ നമ്പിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വില്ലൻ പേടിച്ച് പുറകിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. तुम्हारी ये गोली लोहे के शरीर के पार नहीं जा सकती. ശങ്കർ രജനികാന്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു എന്തിരൻ. ഈ സിനിമയിൽ വില്ലനായി മാറിയ ചിട്ടി എന്ന റോബോട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് നായികയെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് തടയാൻ ശ്രമിക്കുന്ന ആളുകളെ ചിട്ടി വെടിവെച്ചിടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊല്ലുമ്പോൾ സൈഡിൽ നിൽക്കുന്ന ചേട്ടൻ വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ആ പോലീസുകാരനോട് തീർക്കാൻ പറ്റാതെ പോയ എന്തോ മുൻവൈരാഗ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. 2010 പുറത്തിറങ്ങിയ പ്രഭാസ് ചിത്രമാണ് ഡാർലിംഗ്. ഈ സിനിമയിൽ തന്റെ അമ്മയും സഹോദരിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പ്രഭാസിന്റെ കഥാപാത്രത്തെ കുറച്ച് ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംഘട്ടനത്തിനിടയ്ക്ക് പ്രഭാസ് ഒരു ഗുണ്ടയെ കമ്പിക്കടിക്കുമ്പോൾ ചോര തെറിക്കുകയും ആ തെറിച്ച ചോരയെ മിന്നൽ വേഗത്തിൽ അദ്ദേഹം തന്നെ പാഞ്ഞു നിന്ന് കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇടിച്ച് ചോര തെറിപ്പിക്കുന്ന നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇടിച്ച് തെറിപ്പിച്ച ചോര പോലും പാഴാക്കാതെ നോക്കുന്ന ഈ നായകൻ മറ്റ് എല്ലാ നായകന്മാർക്കും ഒരു മാതൃകയാണ്. തലൈവർ രജനികാന്തിന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്നതും. അദ്ദേഹത്തിന്റെ ഡാൻസ്, നടത്തം, എന്തിനേറെ പറയുന്നു സിഗരറ്റ് ഉപയോഗിക്കുന്ന സ്റ്റൈലിന് പോലും ആരാധകർ ഏറെയാണ്. 1990 ഇറങ്ങിയ പണക്കാരൻ എന്ന സിനിമയിൽ അദ്ദേഹം സിഗരറ്റ് കത്തിക്കുന്ന ഒരു രംഗമുണ്ട്. സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ഒരു തീപ്പെട്ടി എടുത്ത് തന്റെ കണ്ണിൽ നിന്ന് വരുന്ന തീ ഉപയോഗിച്ച് കത്തിച്ചു വലിക്കുകയാണ് അദ്ദേഹം. എന്നാൽ ഇതൊക്കെ രജനികാന്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് നിങ്ങൾ കരുതരുത്. അദ്ദേഹത്തിന് ചേരുന്ന ഒരു എതിരാളിയെ ഗജേന്ദ്ര എന്ന സിനിമയിൽ നമുക്ക് കാണാം. അത് മറ്റാരുമല്ല, സാക്ഷാൽ വിജയകാന്ത്. കണ്ണിൽ നിന്ന് തീ വരുത്തുന്നതൊക്കെ റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കത്തിയിൽ പുരണ്ട തന്റെ തിളയ്ക്കുന്ന ചോര തന്നെ തീയാക്കി മാറ്റി സിഗരറ്റ് കത്തിക്കുകയാണ്. തലൈവർക്ക് മാത്രമല്ല തനിക്കും ഈ വക മാജിക്കുകളൊക്കെ വശമുണ്ടെന്ന് തെളിയിക്കുകയാണ് വിജയകാന്ത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മാസ്റ്റർ. ഈ ചിത്രത്തിൽ ആദ്യം കോളേജിൽ ഇലക്ഷൻ നടക്കുന്ന വർഷം 2019-2020 എന്നാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം വില്ലന്മാരെ കൊന്ന് നായകനായ വിജയ് ജയിലിൽ പോകുന്നത് 2018-നും 2019-നും ഇടയ്ക്കാണ്. 2020 എത്തിയാൽ റിവേഴ്സ് പോകുന്ന ഒരു പ്രത്യേക കലണ്ടറാണ് ഈ സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. കലണ്ടർ മനോരമ തന്നെ. 1985 മമ്മൂട്ടി, സുമലത, ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമായിരുന്നു നിറക്കൂട്ട്. ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രവിവർമ്മ. ദുഃഖിതയായി കിടക്കുന്ന ഭാര്യയോട് അസുഖം വല്ലതുമുണ്ടെങ്കിൽ നാളെ രാവിലെ ഡോക്ടറിനെ കാണാം എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ് രവിവർമ്മ. പിറ്റേ ദിവസം അവർ രണ്ടുപേരും ഡോക്ടറെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെറുതായി മുളച്ചു വരികയായിരുന്ന രവിവർമ്മയുടെ താടി പിറ്റേന്ന് രാവിലെ ഡോക്ടറിന്റെ മുമ്പിൽ എത്തിയപ്പോഴേക്കും കട്ടത്താടിയായി മാറിയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്റെ മുഖം? കതിരോശേഷമായ പുരികവും സൂപ്പർ മീശയും പിന്നെ അതിനിർലോചകമായ താടിയും. ഐശ്വര്യമണി ചന്ദനമാല എന്റെ മുഖത്തിന്റെ ഐശ്വര്യം. ഇതിന്റെ വില വെറും 5999 രൂപ മാത്രം. വെറും 5999 രൂപ മുടക്കി ഐശ്വര്യമണി ചന്ദനമാല സ്വന്തമാക്കിയാൽ നിങ്ങൾക്കും ഒറ്റ രാത്രി കൊണ്ട് രവിവർമ്മയെ പോലെ ഒരു കരടിക്കുട്ടപ്പനായി മാറാവുന്നതേ ഉള്ളൂ. സൽമാൻ ഖാൻ നായകനായി റിലീസായ സിനിമയാണ് രാധെ. ഈ സിനിമയിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അദ്ദേഹത്തിന്റെ ഇൻട്രോ സീൻ നമുക്കൊന്ന് നോക്കാം. വില്ലന്മാരിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അദൃശ്യ വസ്തു മുന്നിൽ കൂടി പോയ പോലെ തോന്നുകയും തുടർന്ന് തന്റെ കവിളിലുണ്ടായ മുറിവ് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുകയാണ്. തൊട്ടുമുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾ ഓർത്തെടുക്കുമ്പോഴാണ് ആ അപൂർവ കാഴ്ച കാണാനുള്ള ഭാഗ്യം പ്രേക്ഷകർക്കും ഉണ്ടാകുന്നത്. എയറിലൂടെ ഓടാൻ കഴിവുള്ള നായകൻ വിൻഡോ ഗ്ലാസ് നിസ്സാരമായി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്.
ഒരു കൂളിംഗ് ഗ്ലാസ് പോലും വെക്കാതെ രണ്ട് കണ്ണും തുറന്നു പിടിച്ചുകൊണ്ട് ഒരു പോറൽ പോലും വെക്കാതെ അകത്ത് കടന്ന അദ്ദേഹം ഒരു ഗ്ലാസ് പീസ് കടിച്ചെടുത്ത് വില്ലന് നേരെ എറിയുകയാണ്. ലിഫ്റ്റിലും സ്റ്റെപ്പിലുമൊക്കെ കയറി പാഴാക്കാനുള്ളതല്ല ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിന്റെ സമയം എന്ന് ബോധ്യമുള്ള ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. പുഷ്പ എന്ന സിനിമയിൽ നായകനായ അല്ലു അർജുൻ രക്താന്തരം നിറച്ച ലോറി പോലീസുകാരിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. ലോറി അസാധാരണമായി പറത്തിക്കൊണ്ട് കാട്ടിലൂടെ പോയ പുഷ്പയെ ചേസ് ചെയ്യുകയാണ് പോലീസ്. ലോറിക്ക് തൊട്ടുപിറകെ വെച്ചുപിടിച്ച പോലീസുകാർ പെട്ടെന്നൊരു വളവ് തിരിഞ്ഞപ്പോൾ കാണുന്നത് ലോറിയില്ലാതെ നടന്നു വരുന്ന പുഷ്പയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം ലോറി ഒരു കുളത്തിൽ കൊണ്ടുപോയി താഴ്ത്തുന്നതായും പിന്നീട് കാണിക്കുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ ആ കുളത്തിൽ ഇത്രയും വലിയൊരു ലോറി കൊണ്ടുപോയി താഴ്ത്തി തിരിച്ച് പോലീസിന്റെ മുന്നിൽ വന്ന് നിൽക്കണമെങ്കിൽ പുഷ്പ ഒരു മിന്നൽ പുഷ്പ തന്നെയാണ്. തുടർന്ന് ലോറി എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ നോക്കാതെ പുഷ്പയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോറി എവിടെ എന്ന് ചോദിച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ബുദ്ധിമാന്മാരായ പോലീസുകാർ. എന്നാൽ എത്ര അടി കൊണ്ടിട്ടും ലോറി എവിടെ പോയി എന്ന സത്യം അദ്ദേഹം പോലീസുകാരോട് പറയാൻ തയ്യാറായില്ല. പിന്നീട് ആ ലോറി കുളത്തിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ കുറച്ച് രക്തചന്ദന തടികൾ വെള്ളത്തിൽ വീഴുന്നുണ്ട്. എന്നാൽ വെള്ളത്തിൽ വീഴുന്ന രക്തചന്ദന തടികൾ സ്പോഞ്ച് പോലെ മടങ്ങുന്നതായി കാണാം. പൊള്ളയായ ഈ സ്പോഞ്ച് തടികൾക്ക് വേണ്ടിയായിരുന്നു പാവം പുഷ്പ അത്രയും മർദ്ദനം ഏറ്റുവാങ്ങിയത്. ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായി 2011 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ. ഇതിലെ നായകനായി എത്തിയ ശ്രീകാന്തിൻ്റേത് ഒരു വ്യത്യസ്തമായ ഇൻട്രോ സീനായിരുന്നു. കൂട്ടുകാരൻ ബോബി എന്ന തൻ്റെ പേര് വിളിക്കുമ്പോൾ സ്വന്തം ഫോട്ടോ വെച്ച ഫ്ലെക്സിനുള്ളിൽ നിന്ന് ബൈക്കുമായി ആകാശയാത്ര നടത്തി വരികയാണ് നായകൻ. അത്രയും സമയം ഫ്ലെക്സിന് പിറകിൽ ബൈക്കുമായി എയറിൽ കാത്തുനിന്ന ഇദ്ദേഹത്തിൻ്റെ ക്ഷമ ഇന്നത്തെ തലമുറയിൽ ചുരുക്കം ചിലർക്കേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ചൈന ടൗൺ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ മാത്തുക്കുട്ടിയുടെ ഇൻട്രോ സീൻ നമുക്കൊന്ന് നോക്കാം. വില്ലന്മാരുടെ മുമ്പിലേക്ക് അദ്ദേഹം ചാടിച്ചാടി വരുന്നതാണ് രംഗം. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് വളരെ വിചിത്രവും സങ്കീർണവുമായ ഒരു രീതിയായിരുന്നു. നടു റോഡിൽ എതിരെ വന്ന കാറിന് മുകളിൽ ചാടിക്കയറി അവിടെ നിന്നും ഒരു ഓട്ടോയുടെ മുകളിലേക്കും പിന്നീട് അന്തരീക്ഷത്തിൽ ഒരു വട്ടം കറങ്ങിയ ശേഷവുമാണ് അദ്ദേഹം വില്ലന്മാരുടെ മുമ്പിലേക്ക് വന്നിറങ്ങുന്നത്. തുടർന്ന് മാത്തുക്കുട്ടി പറയുന്നുണ്ട് ഏത് ദുർഘടം പിടിച്ച വഴിയും തനിക്ക് ഷോർട്ട് കട്ടാണെന്ന്. നിസ്സാരമായി റോഡ് സൈഡിലൂടെ നടന്നു വരാമായിരുന്നിട്ടും ഇങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തതിലൂടെ മനക്കരുത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏതു വഴിയും കുറുക്കു വഴിയാക്കി മാറ്റാം എന്നാണ് മാത്തുക്കുട്ടി നമ്മളെ പഠിപ്പിക്കുന്നത്. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2001 പുറത്തിറങ്ങിയ സിനിമയാണ് മേഘമൽഹാർ. ചിത്രത്തിലെ ഒരു സീനിൽ ബിജു മേനോനും സംയുക്തയും ഒരു ബേക്കറിയിൽ കയറി മക്കൾക്കുള്ള ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ക്രീം കേക്ക് അലക്ഷ്യമായി കവറിൽ തൂക്കിയിട്ടുകൊണ്ട് പോയിട്ടും ബോക്സ് തുറക്കുമ്പോൾ കേക്കിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എങ്ങനെ കൈകാര്യം ചെയ്താലും ഒരു പോറൽ പോലും ഏക്കാത്ത കരുത്തുറ്റ ക്രീം കേക്കുകളായിരുന്നു ആ ബേക്കറിയുടെ പ്രത്യേകത. മമ്മൂട്ടി, മേനക തുടങ്ങിയവർ അഭിനയിച്ച് 1984 പുറത്തിറങ്ങിയ ചിത്രമാണ് എങ്ങനുണ്ട് ആശാനെ. സിനിമയിൽ വഴിവക്കിലിരിക്കുകയായിരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു കുരങ്ങന് പഴം കൊടുക്കുന്ന രംഗം കാണിക്കുന്നുണ്ട്. പഴം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കാല് പൊങ്ങി വന്ന് നായകനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. വീണത് ആരും കണ്ടില്ലല്ലോ, സാരമില്ല എന്ന മട്ടിൽ എണീറ്റ അദ്ദേഹത്തെ തുടരെ പ്രസ്തുത കാൽ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. അക്രമി ആരാണെന്നറിയാൻ അദ്ദേഹം ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും വിജനമായ സ്ഥലത്ത് ആ കാലിൻ്റെ ഉടമയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയാണ്. ഒരു ചവിട്ടുകൂടി കൊടുത്ത ശേഷം റോഡിലൂടെ പോയാൽ നാട് മുഴുവൻ സൗണ്ട് കേൾക്കുന്ന ഒരു വണ്ടിയിൽ അക്രമി ദൂരെ നിന്നും വരികയാണ്. പലതരം കാലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ നീട്ടാൻ കഴിയുന്ന ഇതുപോലൊരു കാൽ ഒരു അപൂർവ കാഴ്ചയായിരുന്നു.